നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. എറണാകുളം പാരിയത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതോടെ പോലീസ് സ്ഥലത്തുനിന്ന് പിന്മാറി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രതിഷേധിക്കുന്ന സംഭവം വാർത്തയായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അടിയന്തരമായി നടപടികൾ നിർത്തിവെക്കണമെന്ന് കൊച്ചി പോലീസിനോട് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇതോടെ പ്രദേശത്തുനിന്ന് പോലീസ് പിരിഞ്ഞുപോയി. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണ് ഇത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇത് 15ാമത്തെ തവണയാണ് ശ്രമം നടക്കുന്നത്. എന്നാൽ പ്രതിഷേധം മൂലം ഉത്തരവ് ഇതുവരെ നടപ്പാക്കാൻ ആയിട്ടില്ല. എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ പോലീസ് രാവിലെ മുതലാണ് ആരംഭിച്ചത്. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയബാലൻ സ്ഥലത്തെത്തി നടപടികൾക്ക് ശ്രമിച്ചു. എങ്കിലും നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ മുന്നോട്ടു പോകാനായില്ല. ഇതിനിടെ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു. ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് നാട്ടുകാർ ഭീഷണി ഉയർത്തിയതും ഒഴിപ്പിക്കലിന് വെല്ലുവിളിയായി. ദീർഘനാളായി നിലനിൽക്കുന്ന വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം. പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ദളിത് കുടുംബങ്ങളും സ്വകാര്യ വ്യക്തികളും തമ്മിലുള്ള നിയമ പോരാട്ടമാണ് ഈ തർക്കത്തിന്റെ കാതൽ. തർക്കസ്ഥലം ഉൾപ്പെടുന്ന പ്രദേശം ഏകദേശം 19 ഏക്കറോളം വരുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. ഇതിൽ 2.5 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് പാരിയത്തുകാവ് കോളനി സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന 8 നിർധന കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ കോളനിയിൽ ഉള്ളത്. കോളനി സ്ഥിതി ചെയ്യുന്ന ഭൂമി തന്റേതാണെന്ന് അവകാശപ്പെട്ട് സ്വകാര്യ വ്യക്തി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കേസ് സുപ്രീം കോടതി വരെ എത്തുകയും കോടതി സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. കോളനിയിലെ താമസക്കാരെ ഒഴിപ്പിച്ച് ഭൂമി കൈമാറാനായിരുന്നു കോടതി ഉത്തരവ്. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനായി കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷനും റവന്യൂ അധികൃതരും പോലീസ് സന്നാഹത്തോടെ പലതവണ ഇവിടെ എത്തിയെങ്കിലും പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധം കാരണം ഒഴിപ്പിക്കൽ സാധ്യമായിരുന്നില്ല. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം വില്ലേജിൽ മലയിടം തുരുത്ത് കരയിലാണ് തർക്കഭൂമിയായ പാരിയത്തുകാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഏകദേശം 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്തെ ചൊല്ലിയാണ് നിലവിൽ കടുത്ത നിയമതർക്കങ്ങളും ഒഴിപ്പിക്കൽ നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി ഇവിടെ താമസിച്ചു വരുന്ന 8 ദളിത് കുടുംബങ്ങളാണ് തർക്കത്തിന്റെ ഒരു വശത്തുള്ളത്. സ്ഥലം പൂർണ്ണമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്നും തങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അർഹതയുണ്ടെന്നുമാണ് കോളനി നിവാസികൾ കാലങ്ങളായി വാദിക്കുന്നത്. പ്രദേശത്തെ വലിയൊരു സർക്കാർ പുറമ്പോക്ക് ഭൂമിയുടെ ഭാഗമാണ് തങ്ങൾ താമസിക്കുന്ന ഇടമെന്നതാണ് ഇവരുടെ വാദം. എന്നാൽ ഇതേ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് തർക്കം ആരംഭിക്കുന്നത്. കേവലം ഒരു വസ്തുതർക്കം എന്നതിനപ്പുറം സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയൊരു പ്രശ്നമായി പിന്നീട് ഇത് മാറുകയായിരുന്നു. സ്വകാര്യ വ്യക്തി പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത കേസും അതിന്മേലുണ്ടായ വിധിയുമാണ് തർക്കത്തിന്റെ പ്രധാന കാരണം. ഈ കേസിൽ തങ്ങൾ കക്ഷികളല്ലായിരുന്നു എന്നും അതിനാൽ വിധി തങ്ങൾക്ക് ബാധകമല്ലെന്നുമാണ് കോളനി നിവാസികളുടെ പ്രധാന വാദം. എന്നാൽ നിയമപരമായി ഈ വാദത്തെ മറികടക്കാൻ കോടതികൾ ആശ്രയിച്ചത് സാരമായ പ്രാതിനിധ്യ സിദ്ധാന്തം ആണ്. ഈ തർക്കത്തിൽ മുൻഗാമികളായ കക്ഷികൾ കേസിൽ പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നതിനാൽ വിധി പിൻഗാമികൾക്കും ബാധകമാകും എന്ന തത്വമാണ് ഇത്. കൂടാതെ ഭൂപതിവ് നിയമം, ലാൻഡ് അസൈൻമെന്റ് ആക്ട്, ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് റിഫോംസ് ആക്ട് എന്നിവ പ്രകാരമുള്ള വ്യവസ്ഥകളും ഇവിടെ പരിശോധിക്കപ്പെട്ടു. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം ലഭിക്കാൻ അർഹതയുണ്ടോ എന്നതും ഒരു സ്വകാര്യ വ്യക്തിയുടെ രജിസ്റ്റർ ചെയ്ത ആധാരമുള്ള വസ്തുവിനെ സർക്കാർ പുറമ്പോക്കാക്കി കണക്കാക്കാൻ പറ്റുമോ എന്നതുമായിരുന്നു കോടതികൾക്ക് മുന്നിലെത്തിയ പ്രധാന തർക്ക വിഷയങ്ങൾ. ഈ ഭൂമി തൻ്റേതാണെന്ന് തെളിയിക്കാനുള്ള വ്യക്തവും നിയമപരമായി നിലനിൽക്കുന്നതുമായ രേഖകൾ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുണ്ട്. ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നത് രജിസ്റ്റർ ചെയ്ത കൃത്യമായ പ്രമാണങ്ങളിലൂടെയാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 123 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് നിയമപരമായി രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ നിലവിലുണ്ട്.
ഒരു സ്വത്ത് കൈമാറ്റം നിയമപരമാകണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന വ്യവസ്ഥ ഈ പ്രമാണങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഈ രേഖകൾ പരിശോധിച്ച കോടതികൾ സ്വകാര്യ വ്യക്തിക്ക് ഈ വസ്തുവിന്മേൽ വ്യക്തമായ നിയമപരമായ ഉടമസ്ഥാവകാശം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. സർക്കാർ രേഖകളിൽ ഈ 19 ഏക്കർ ഭൂമി പൂർണ്ണമായും സർക്കാർ പുറമ്പോക്കായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വസ്തുവാണെന്ന് കോടതികൾ കണ്ടെത്തിയതും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിന് കൂടുതൽ ബലം നൽകുന്നുമുണ്ട്. കോളനിവാസികൾ സമർപ്പിച്ച തടസ്സ ഹർജി പെരുമ്പാവൂർ മുൻസിഫ് കോടതി തള്ളിയതായിരുന്നു ആദ്യത്തെ വലിയ തിരിച്ചടി. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ പെരുമ്പാവൂർ സബ് കോടതിയും നിരസിച്ചു. തുടർന്ന് സമർപ്പിച്ച രണ്ടാം അപ്പീൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശ്യാംകുമാർ VM 2024 ഡിസംബർ 12 തള്ളിക്കളഞ്ഞു. കോടതികൾ പ്രധാനമായും കണ്ടെത്തിയത് ഇനി പറയുന്ന കാര്യങ്ങളാണ്. ദീർഘകാലത്തെ താമസം എന്നതിനപ്പുറം ഭൂമിയിൽ നിയമപരമായ അവകാശം സ്ഥാപിക്കുന്ന യാതൊരുവിധ രേഖകളും കോളനിവാസികളുടെ കൈവശം ഇല്ലായിരുന്നു. രണ്ടാമതായി, വഞ്ചന നടന്നു എന്ന ആരോപണം ഉന്നയിച്ചതല്ലാതെ അത് സിവിൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മൂന്നാമതായി, സിവിൽ നടപടിക്രമപ്രകാരമുള്ള അപേക്ഷ നിലനിൽക്കുന്നതല്ലെന്ന് കണ്ട് തള്ളിയ മുൻസിഫ് കോടതി നടപടി നിയമപരമായി ശരിയാണെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് വിധി നടപ്പിലാക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് TR രവി 2026 മാർച്ച് 19 അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ കോടതി ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലാണ് കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിയമപരമായി മുന്നോട്ടു പോകുന്നത്. നിയമപരമായി സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ വിധികൾ ഉണ്ടെങ്കിലും ഇത് നടപ്പാക്കുന്നത് വലിയ ക്രമസാധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നിലവിലെ വിധി നടപ്പാക്കലിനായി അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയപ്പോൾ PV ശ്രീനിജൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. ബൗണ്ടറി ആക്ട് അനുസരിച്ചുള്ള നോട്ടീസ് പോലും നൽകാതെ ഏകപക്ഷീയമായാണ് സർവേയും ഒഴിപ്പിക്കലും നടത്തുന്നതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ജനപ്രതിനിധികൾ വാദിക്കുന്നു. ഇതുവരെ 15ഓളം തവണയാണ് ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ തടസ്സപ്പെട്ടത്. കേവലം കോടതി വിധി നടപ്പാക്കൽ എന്നതിലുപരി മാനുഷികവും സാമൂഹികവുമായ പരിഗണനകൾ കൂടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കോളനി നിവാസികളെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. പരമ്പരാഗതമായി താമസിക്കുന്ന ജനങ്ങളുടെ പുനരധിവാസവും ജീവിക്കാനുള്ള അവകാശവും ഒരു വശത്തും സുപ്രീം കോടതിയുടെ അനുകൂല വിധി കൈവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ നിയമപരമായ അവകാശം മറുവശത്തുമായി നിൽക്കുന്ന സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ് ഇത്. നിലവിൽ പ്രതിഷേധങ്ങളെ തുടർന്ന് താൽക്കാലികമായി ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിക്കാനാണ് ജനപ്രതിനിധികളും കോളനി നിവാസികളും ശ്രമിക്കുന്നത്. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.